എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ജസ്റ്റ് കണ്ടിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ഒപ്പീനിയൻ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശരൺ വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. എഴുതിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജോബി ജോർജ് ആണ്. പിന്നെ ഇതിൽ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് അപ്പു പ്രഭാകർ, എഡിറ്റ് ചെയ്തിരിക്കുന്നത് ജ്യോതി സ്വരൂപ് എന്ന് പറഞ്ഞ ആളാണ്. മ്യൂസിക് രാഹുൽ രാജ്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ, ഗാർഗി അനന്തൻ, തോമസ് മാത്യു, സജിത മഠത്തിൽ, ഷെല്ലി കിഷോർ, സുലോചന, നോമി കാശി, സരസ ബാലുശ്ശേരി, സാവിത്രി മേലൂർ, അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സായിട്ട് കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. കുമാർ സുനിൽ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടിപ്പിക്കലായിട്ടുള്ള ഒരു സിനിമ, ടിപ്പിക്കലായിട്ടുള്ള കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്ന കുടുംബ ബന്ധങ്ങളും അതിനിടയിലുള്ള ഒരു ഫാമിലി ഡ്രാമയാണ് സംവിധായകൻ ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പണ്ട് കാലം മുതലേ പറഞ്ഞു വരുന്നൊരു കഥ പറയാൻ ശ്രമിച്ചു എന്നല്ല, അതായത് ഒരു പ്രത്യേകമായിട്ടൊരു പുതിയൊരു ഒരു കഥയോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരാൻ സംവിധായകന് സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ വീക്ക് എന്ന് പറയുന്നത് അതിൻ്റെ കഥ തന്നെയാണ്. പിന്നെ ഒരു 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 നോർമൽ ആയിട്ടുള്ള ചെറിയൊരു സ്റ്റോറി, അത് വളരെ ഇമോഷണലായിട്ട്, ഒട്ടും കോമഡിയോ മറ്റുള്ള നമുക്കൊരു സിനിമ കാണുന്ന ഒരാൾക്ക്, ഒരു ഫാമിലി ഡ്രാമ കാണുന്ന ഒരാൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇതിലില്ല. കൃത്യമായിട്ട് തുടക്കം മുതലേ ഒരു സെൻറ്റിമെൻറ്റ്സ്, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കഥ പറയുന്ന രീതിയിലാണ് ഇതിൻ്റെ കഥ പറച്ചിൽ. ഇപ്പോൾ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ജോജി ജോർജും അലൻസിയറും പിന്നെ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ജ്യേഷ്ഠാനുജന്മാരാണ്. അവരുടെ അമ്മ പിന്നെ മരണാസന്ന നിലയിലാവുന്നതും ആ സമയത്ത് ഇവരൊക്കെ നാട്ടിലേക്ക് വരുന്നതും തറവാട്ടിലേക്ക് വരുന്നതും പിന്നീട് ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ സ്വത്ത് തർക്കങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറയാൻ ശ്രമിച്ചത്. പിന്നെ ഫാമിലി, ഈ ഏട്ടനനിയന്മാർ തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അവരുടെ മക്കൾ തമ്മിലുള്ള ചെറിയ ബന്ധം, കാര്യങ്ങൾ, അവരുടെ ഒരു ചെറിയൊരു പ്രണയം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. സൗഹൃദം, ഇതൊക്കെയാണ് ഇതിൽ പറയാൻ ശ്രമിച്ചത്. പക്ഷെ പറയാൻ ശ്രമിച്ച കാര്യം ഒട്ടും തന്നെ ഒരു നമ്മളിലേക്ക് ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നുമല്ല പറഞ്ഞത്. ഈ ഫാമിലി ഡ്രാമ എന്ന് പറയുന്ന കാര്യം രണ്ട് രീതിയിൽ കൈകാര്യം ചെയ്യും. ഒന്ന് നല്ല കോമഡിയൊക്കെ ഉൾപ്പെടുത്തി ഒരു ഫീൽ ഗുഡ് ആയിട്ട് ചെയ്യുക. രണ്ടാമത്തേത് കൃത്യമായിട്ടും ഇമോഷൻസിനെ മാത്രം കണക്ട് ചെയ്തിട്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ ഫാമിലി തമ്മിലുള്ള ഇമോഷൻസും കാര്യങ്ങളും അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുക. ഈ രണ്ടാമത് പറഞ്ഞ രീതിയിലാണ് സിനിമ പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് കൃത്യമായിട്ട് നല്ലൊരു സ്ക്രിപ്റ്റും അതിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ബോറടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത്രയും ബോറടിപ്പിക്കുന്ന രീതിയിലാണ് സിനിമ പറഞ്ഞു പോകുന്നത്, വളരെ ഇഴഞ്ഞിട്ട്. അതായത് ഒരു കഥ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു രണ്ട് കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവർ വളരെ പതിയെ സംസാരിച്ച് അതിൻ്റെ ഇടയിൽ അടുത്ത കഥാപാത്രം ഡയലോഗ് പറയുന്നതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ, അതായത് വെറുതെ സിനിമ ഇങ്ങനെ നീണ്ടു പോകുന്ന, നമുക്ക് സിനിമേൻ്റെ ഒരു ലെങ്ത്ത്, സിനിമേൻ്റെ ഒരു പിന്നെ വലിച്ചിൽ കൃത്യമായി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് സിനിമ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സംവിധായകൻ പറയാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് അത് കൃത്യമായി പറയാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. കാരണം നല്ല രീതിയിൽ വലിച്ചിലുണ്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടൊരു നാടകത്തിലുള്ള ഡയലോഗ് പറയുന്ന രീതിയിലൊക്കെ ഒരു വൻ നാടകീയത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ളൊരു അഭിനയ ശൈലിയും കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എനിക്ക് കണ്ടൊരു നെഗറ്റീവ്, ഈ സിനിമയിൽ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് കൊയിലാണ്ടി കോഴിക്കോട് ഭാഷ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഞങ്ങൾ കൊടുവള്ളിക്കാർക്കുള്ള ഭാഷ അല്ല, പിന്നെ കോഴിക്കോട് ടൗൺ ഭാഗത്തേക്ക് ഞങ്ങൾ കൊടുവള്ളിക്കാർ സംസാരിക്കുന്ന ഭാഷ അല്ല, കുറച്ച് മലപ്പുറം ബോർഡർ ആയിട്ടുള്ള മുക്കം ആ ഒരു ഭാഗത്തേക്കൊന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ കൊയിലാണ്ടി ഭാഷ എന്ന് പറയുന്നത്, വടകര എന്ന് പറയുന്നത് കൃത്യമായിട്ട് കണ്ണൂരിൻ്റെയും പിന്നെ കോഴിക്കോടിൻ്റെ ഒരു മിക്സ്ചർ ആയിട്ടുള്ളൊരു സ്ലാങ് ആണ് വടകര. അപ്പോൾ അതിൻ്റെ ഈ കൊടുവള്ളിൻ്റെയും വടകരൻ്റെയും മിക്സ്ചർ ആയിട്ടുള്ളൊരു സ്ലാങ് ആണ് കൊയിലാണ്ടി യൂസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള കഥാപാത്രങ്ങളെല്ലാം, സുരാജ് വെഞ്ഞാറമൂട് തിരുവനന്തപുരത്തുകാരനാണ്, ജോജി ജോർജ് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ആ ഭാഗമുള്ള ആളാണെന്ന് തോന്നുന്നത്, അലൻസിയർ ഈ പറഞ്ഞതുപോലെ കോട്ടയം കൊല്ല ആ ഭാഗത്ത് എവിടെയുള്ള ഒരാളാണ്. അപ്പോൾ എല്ലാവരും തെക്കന്മാരാണ്. ഇതിൽ ഒന്നോ രണ്ടോ കഥാപാത്രങ്ങൾ മാത്രമേ കൃത്യമായിട്ടും കോഴിക്കോടുകാരായിട്ടുള്ള കഥാപാത്രങ്ങളുള്ളൂ. ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്നു സജിത മഠത്തിൽ അങ്ങനെ കുറച്ച്, അതേപോലെ സരസ ബാലുശ്ശേരി, ഇവരൊക്കെ എനിക്ക് തോന്നുന്നു കോഴിക്കോടായിട്ടുള്ള കഥാപാത്രങ്ങളായതുകൊണ്ട് അവരുടെ ഒരു സ്ലാങ്ങിൽ ഒരു
അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ, പ്രത്യേകിച്ച് സരസവാദിശയിലൊക്കെ സംസാരിക്കുന്നത് കൃത്യമായിട്ടും കൊയിലാണ്ടി ഭാഷയാണ്. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ ജോജു ആയാലും പിന്നെ ഈ സുരാജ് ആയാലും പിന്നെ അലൻസിയർ ആയാലും സംസാരിക്കുന്ന ഭാഷ പിന്നെ കുറച്ച് കോഴിക്കോട് വരും, ബാക്കി ഒരു തെക്കൻ സ്റ്റൈൽ വരും, കുറച്ച് കോഴിക്കോട് പകുതി തെക്കൻ, ഈ രീതിയിലാണ്. ഒന്നുകിൽ ഇപ്പോൾ ഈ സുരാജിൻ്റെ സംസാര ശൈലിയൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഒരു നോർമൽ ആയിട്ടുള്ള മലയാളം സ്ലാങ്, സാധാ മലയാളം സ്ലാങ് ആക്കുക. കാരണം അദ്ദേഹം പുറത്ത് ജീവിക്കുന്ന ഒരാളാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് വേണേൽ അങ്ങനെ ആക്കാം. പക്ഷേ ജോജുവിൻ്റെതൊക്കെ കൃത്യമായിട്ട്, ജോജു എന്ന് പറയുന്നത് ആ അമ്മേൻ്റെ കൂടെ നിന്ന് വളർന്ന് അമ്മേനെ നോക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇതിൽ രണ്ടാമത്തെ മകനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഏകദേശം 40-40 വർഷം കോഴിക്കോട് കൊയിലാണ്ടി ജീവിച്ചിരുന്ന ഒരാൾ സംസാരിക്കുന്ന രീതിയിലല്ല ജോജുവിൻ്റെ സംസാരശൈലി. ജോജുവിൻ്റെ സംസാരത്തിൽ കൃത്യമായിട്ടും തൃശ്ശൂർ സ്ലാങ് ഇടയ്ക്കിടയ്ക്ക് കിടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്ക്രിപ്റ്റിലുള്ള പ്രശ്നങ്ങളാണോ ഇനി ഡബ്ബിങ്ങിലുള്ള പ്രശ്നങ്ങളാണോ എന്നറിയില്ല. ഏതായാലും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിൽക്കുന്നത്. കാരണം കൃത്യമായിട്ടും കൊയിലാണ്ടി ഭാഷ സംസാരിക്കുന്ന, അല്ലെങ്കിൽ കോഴിക്കോട് കൊയിലാണ്ടി നോക്കി ഈ സിനിമയിൽ പല സമയത്ത് റെഫറൻസ് ആയിട്ട് കാണുന്നുണ്ട് കൊയിലാണ്ടി ഭാഷ, അവിടുത്തെ കൾച്ചർ. ഇതിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വന്നിട്ടുള്ള എല്ലാവരും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് കോഴിക്കോട് സ്ലാങ് അല്ലെങ്കിൽ കൊയിലാണ്ടി സ്ലാങ്. ഇവർ മെയിൻ റോളിൽ വന്നിട്ടുള്ള ആളുകൾ എല്ലാവരും അച്ചടി ഭാഷ. ഇതിൽ സുരാജിൻ്റെ മകന് സംസാരിക്കുന്ന മലയാളം നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. കാരണം അവന് പിന്നെ ജനിച്ചെന്ന് വളർന്നൊക്കെ ലണ്ടനിലാണെന്നുള്ളത് ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം അവരൊക്കെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ ഈ പിന്നെ ജോജി ജോർജിൻ്റെ കഥാപാത്രം, അലൻസീറിൻ്റെ കഥാപാത്രം ഒന്നും ഒരിക്കലും കോഴിക്കോട് ഭാഷ സംസാരിക്കുന്ന സമയത്ത് അത് സ്ലാങ് കൃത്യമായി പിടിക്കാൻ ശ്രമിക്കണം. ഈ കാര്യത്തിലൊക്കെ മമ്മൂട്ടിയൊക്കെ ചെയ്യുന്നത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കറിയാം. അദ്ദേഹം എല്ലാ ഭാഷയും അതിൻ്റെ 100% പെർഫെക്റ്റോട് കൂടിയിട്ട് പറയാൻ എല്ലാ സിനിമയിലും ശ്രമിക്കാറുണ്ട്. അപ്പം അതൊക്കെ ഇത്തരം നടന്മാരൊക്കെ ഒന്ന് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് നന്നാവും. കാരണം ഈ ഒരു സിനിമയ്ക്ക് പൂർണ്ണമായിട്ട് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ആ സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസ്, അല്ലെങ്കിൽ ആ പറയാൻ ശ്രമിച്ച സ്ഥലവും കാര്യങ്ങളൊക്കെ, അവിടുത്തെ സ്ലാങ്ങും കാര്യങ്ങളൊക്കെ പിടിച്ച് സംസാരിക്കണം. അപ്പം ഞാൻ കോഴിക്കോടുകാരനായതുകൊണ്ട് തന്നെ എനിക്കറിയാം എന്താണ് അവിടെ പറയാനുള്ളത്, എന്താണ് അവിടെ പിന്നെ ഉപയോഗിക്കേണ്ട സ്ലാങ്, അവിടെ ഉപയോഗിക്കേണ്ട വാക്ക് എന്താണെന്നുള്ളത് കറക്റ്റ് എനിക്കറിയാം. അപ്പോൾ അതൊരു വലിയൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഏതായാലും സിനിമ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഒരു നാടകീയതയുള്ള, നല്ല വലിച്ചിലുള്ള, അഭിനയ പ്രാധാന്യമുള്ള വലിയ മുഹൂർത്തങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു നോർമലായിട്ടുള്ള സിനിമ. എന്താ പറയുക, പറയാൻ ഉദ്ദേശിച്ച കാര്യം നമ്മളേക്ക് എത്തിയിട്ടില്ല എന്ന് വേണേൽ പറയാം. അപ്പോൾ ആ രീതിയിൽ പോകുന്ന സിനിമയാണ്. കാണേണ്ട ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. കാണണ്ടാമെന്ന് ഞാൻ ഒരാളോട് ഒറ്റ സിനിമയും പറയാറില്ല. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. സമയം ഉണ്ടെങ്കിൽ ആകെ 2 മണിക്കൂറിൻ്റെ താഴെ മാത്രമേ ലെങ്ത് ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു സമയനഷ്ടം തോന്നൂല. പക്ഷേ അത് ഈ ഒരു വലിച്ചിലുള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ചിലപ്പോൾ 2.5-3 മണിക്കൂറൊക്കെ സിനിമ ഉള്ളതായിട്ടൊക്കെ തോന്നും. കാരണം അത് ആ സിനിമേൻ്റെ ട്രീറ്റ്മെൻറ്റും ഒരു വലിച്ചിലായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ പോകുന്നത്. മൊത്തത്തിൽ പറഞ്ഞ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നിട്ടുള്ള സിനിമയാണ് ഈ നാരായണീൻ്റെ 3 ആൺമക്കൾ എന്നുള്ള സിനിമ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.